പശ്ചിമേഷ്യൻ യുദ്ധകളത്തിൽ ഇന്ന് മിസൈലുകളെക്കാളും ഡ്രോണുകളെക്കാളും മാരകമായത് കൃത്യമായ വിവരങ്ങളാണ്. ശത്രുവിന്റെ ഒളിത്താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും എവിടെയാണെന്ന കൃത്യമായ വിവരം ലഭിച്ചാൽ ഏത് മഹാശക്തിയെയും എളുപ്പത്തിൽ വീഴ്ത്താമെന്ന് ഇസ്രയേലും അമേരിക്കയും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ വിവരങ്ങൾ ശത്രുവിന് ചോർത്തി നിൽക്കുന്ന ആഭ്യന്തര ചാരന്മാരോട് ഇറാന് ഒരൊറ്റ നിലപാടേയുള്ളൂ: ചതിക്ക് ശിക്ഷ തല. ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദിനു വേണ്ടി അതീവ രഹസ്യങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് ഖുറേഷ് കിവാനി എന്ന യുവാവിനെ ബുധനാഴ്ച പുലർച്ചെ ഇറാൻ തൂക്കുമരത്തിലേറ്റിയ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. 2025 ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ 12 ദിവസം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിനിടയിലാണ് കിവാനി ഇറാൻ സുരക്ഷാ സേനയുടെ പിടിയിലാകുന്നത്. രാജ്യത്തെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക ആണവ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും ആഭ്യന്തര പ്രതിരോധ രഹസ്യങ്ങളും മൊസാദിന് കൈമാറിയെന്ന അതീവ ഗുരുതരമായ കുറ്റമാണ് ഇയാൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ചാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കിവാനിയുടെ വിചാരണ അതീവ രഹസ്യമായാണ് നടന്നതും. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തിനുശേഷം രാജ്യം നേരിടുന്ന കടുത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ ശത്രുവിന് സഹായം നൽകുന്നവരെ വെറുതെ വിടില്ലെന്ന ശക്തമായ പ്രഖ്യാപനമാണ് ഈ വധശിക്ഷയിലൂടെ ഇറാൻ ഭരണകൂടം നൽകുന്നതും. ഇറാൻ എന്ന മഹാശക്തിയെ ഇത്രത്തോളം മർമ്മം നോക്കി ആക്രമിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഖുറേഷ് കിവാനിയെ പോലെയുള്ള ചാരന്മാർ. ഇറാന്റെ ഉള്ളിലിരുന്ന് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയും വിവരങ്ങൾ വിദേശത്തുള്ള മൊസാദ് ഉദ്യോഗസ്ഥർക്ക് എത്തിക്കുകയും ചെയ്തതിലൂടെ ശത്രുവിന് ഇറാന്റെ ഒളിത്താവളങ്ങളും കരുനീക്കങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. അമേരിക്കയുടെ എപിക് ഫ്യൂറി പോലെയുള്ള സൈനിക നീക്കങ്ങളും ഇസ്രയേലിന്റെ ലയൺസ് റോർ ആക്രമണങ്ങളും ഇത്ര കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാൻ കാരണം ഇത്തരം ആഭ്യന്തര ചാരന്മാരുടെ സഹായമാണെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ഇത്തരം ചാരക്കണ്ണുകളെ ഓരോന്നായി പിഴുതെടുക്കാനുള്ള വൻ ഓപ്പറേഷനിലാണ് ഇറാൻ സുരക്ഷാ സേന ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഖുറേഷ് കിവാനിയുടെ അറസ്റ്റ് മുതൽ വധശിക്ഷ വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിലെ ചാരപ്പണിയുടെ ആഴം നമുക്ക് വ്യക്തമാവും. ഇറാന്റെ സുരക്ഷാ വലയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും സെൻസിറ്റീവായ സൈറ്റുകളുടെ വിവരങ്ങൾ ഇയാൾ ശേഖരിച്ചിരുന്നു. വിദേശത്തുള്ള തന്റെ ഹാൻഡലർമാർക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി ഈ വിവരങ്ങൾ കൈമാറുകയുമായിരുന്നു ഇയാളുടെ രീതി. പിടിക്കപ്പെടുമ്പോൾ ഇയാളുടെ പക്കൽ നിന്നും വിദേശ കറൻസികളും അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും കണ്ടെടുത്തതായി ഇറാൻ പ്രോസിക്യൂഷൻ അവകാശപ്പെട്ടിരുന്നു. വിചാരണയോ തെളിവുകളോ പരസ്യപ്പെടുത്താതെ നടപ്പിലാക്കുന്ന ഇത്തരം വധശിക്ഷകൾക്കെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ HRANA രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്. ഇസ്രയേലുമായി പതിറ്റാണ്ടുകളായി തുടരുന്ന നിഴൽ യുദ്ധം ഇപ്പോൾ പരസ്യമായ പോരാട്ടമായി മാറിയപ്പോൾ ചാരവൃത്തിക്കെതിരെയുള്ള പോരാട്ടവും ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരനായ എർഫാൻ സോൾട്ടാനിയുടെ വധശിക്ഷ ആഗോള സമ്മർദ്ദത്താൽ നിർത്തിവെച്ചെങ്കിലും ചാരന്മാരുടെ കാര്യത്തിൽ അത്തരമൊരു ദയയും ഇറാൻ കാണിക്കുന്നില്ല. യുദ്ധകാലത്തെ പ്രത്യേക നിയമങ്ങൾ ഉപയോഗിച്ച് മൊസാദുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ നിഴൽ പോലെ പിന്തുടർന്ന് പിടികൂടുകയാണ് ഇറാന്റെ ചാരവിരുദ്ധ വിഭാഗം. ഇസ്രയേലിന്റെ ചാരശൃംഖലയെ ഇറാനിൽ നിന്ന് വേരോടെ പിഴുതെറിയുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുമ്പോൾ ഇനി എത്ര പേർ തൂക്കുമരത്തിലേക്ക് നടന്നു കയറുമെന്നത് ഭീതിയോടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കൂ. ചാരന്മാരിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഇസ്രയേൽ നടത്തുന്ന ഓരോ നീക്കത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ വഴി ഇത്തരം കർശനമായ ശിക്ഷാ നടപടികളാണ്. ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഭരണകൂടത്തോടുള്ള എതിർപ്പ് മുതലെടുത്താണ് മൊസാദ് തങ്ങളുടെ ചാരവലയം വിപുലീകരിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. പണവും വിദേശ രാജ്യങ്ങളിൽ അഭയവും വാഗ്ദാനം ചെയ്താണ് യുവാക്കളെ ഇത്തരം അപകടകരമായ ജോലികളിലേക്ക് മൊസാദ് ആകർഷിക്കുന്നത്. എന്നാൽ പിടിക്കപ്പെട്ടാൽ ഒരു ചാരനും രക്ഷപ്പെടില്ലെന്ന സന്ദേശം ഖുറേഷ് കിവാനിയുടെ വധശിക്ഷയിലൂടെ ഇറാൻ വ്യക്തമായി നൽകിക്കഴിഞ്ഞു. ശത്രുരാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരെ ഭൂമിയിലെ അഴിമതിക്കാർ അല്ലെങ്കിൽ കറപ്ഷൻ ഓൺ എർത്ത് എന്ന ഗൌരവകരമായ കുറ്റമാണ് ഇറാനിയൻ നിയമം പ്രകാരം ചുമത്തുന്നത്. ചതിക്കുന്നവന്റെ തലയറുക്കുന്ന ഈ ചാണക്യൻ തന്ത്രത്തിലൂടെ ശത്രുവിന്റെ കണ്ണുകളെ അന്ധമാക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. യുദ്ധത്തിൽ നേരിട്ട് പരാജയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി വിവരങ്ങളുടെ ഉറവിടം ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ്
ആക്രമണമാണ് ഇറാൻ പയറ്റുന്നത്. ഖുറോഷ് കീവാനിയുടെ വധശിക്ഷ വെറുമൊരു ശിക്ഷാ നടപടി മാത്രമല്ല, മറിച്ച് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരെ ഇറാൻ നടത്തുന്ന ഒരു മനഃശാസ്ത്ര യുദ്ധം കൂടിയാണ്. നിങ്ങളുടെ ചാരക്കണ്ണുകളെ ഞങ്ങൾ പിഴുതെറിയുമെന്ന് ഓരോ തൂക്കുമരവും വിളിച്ചു പറയുക കൂടിയാണ് ചെയ്യുന്നത്. ഇറാന്റെ മണ്ണിൽ ഇനി എത്ര രഹസ്യങ്ങൾ ഇത്തരത്തിൽ ചോരുന്നുണ്ടെന്നും അവയെല്ലാം കണ്ടെത്താൻ ഇറാൻ സുരക്ഷാ സേനയ്ക്ക് കഴിയുമോ എന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ചാരപ്പോര് മുറുകുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ പുതിയ ചാരന്മാരെ നിയോഗിക്കുമ്പോൾ ഇറാൻ അവരെ തൂക്കുമരത്തിലേക്ക് അയക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാനാവില്ലെങ്കിലും സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ മാപ്പില്ല എന്നത് ഒരു കൈപ്പേറിയ സത്യമായി അവശേഷിക്കുകയാണ്. ഖുറോഷ് കീവാനി എന്ന പേര് ഇപ്പോൾ ഇറാന്റെ ചാരവിരുദ്ധ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം കൂടിയാണ്. വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.